ശുദ്ധജല മത്സ്യകൃഷിയുടെ ഭാഗമായി പഴശ്ശിപ്പുഴയുടെ ഭാഗമായ പെരുമ്പറമ്പ് കപ്പച്ചേരിയിൽ പുഴയിൽ സ്ഥാപിച്ച പെരുമ്പറമ്പ് പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘം സ്ഥാപിച്ച മത്സ്യക്കൂടുകൾ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ഫിഷ് ഫാം സ്വാശ്രയ സംഘം രൂപീകരിച്ച് പ്രദേശവാസികളായ മത്സ്യകർഷകരായ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കൂടു മത്സ്യകൃഷിക്കായി പുഴയിൽ ഒരുക്കിയ 40ഓളം മത്സ്യക്കൂടുകളാണ് മത്സ്യത്തോടൊപ്പം ഒലിച്ചുപോയത്. കനത്ത മഴയിൽ പുഴയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിവന്ന കൂറ്റൻ മരത്തടി കൂടിലിടിച്ച് കൂടിനെ ബന്ധിപ്പിച്ച കയറുകൾ പൊട്ടിയതിനെ തുടർന്ന് ഇവ ഒലിച്ചു പോവുകയായിരുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ സഹായത്തോടെ ബാങ്ക് വായ്പകളും മറ്റും ഉപയോഗിച്ചാണ് 20ഓളം പേർ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി നടത്തി വന്നിരുന്നത്. നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോയത്. 30,000ഓളം മത്സ്യങ്ങൾ കേജിൽ ഉണ്ടായിരുന്നതായും 30 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘം ഭാരവാഹികൾ പറഞ്ഞു. വർഷക്കാലമായി ഈ പഴശ്ശി റിസർവയറിൽ കപ്പച്ചേരി കേന്ദ്രീകരിച്ച് നമ്മൾ ഇതിൻ്റെ കേജ് ഫിഷ് ഫാം ആരംഭിച്ചു. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. അന്ന് മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു ഇതിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. നല്ല നിലയിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയതാണ്. അതിനു മുമ്പേ ഈ പ്രളയത്തോട് കൂടിയിട്ട് 2018 പ്രളയത്തോട് കൂടിയിട്ട് നമുക്ക് വലിയ നഷ്ടമുണ്ടായതാണ്. അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 33 ലക്ഷത്തിലധികം രൂപ നമുക്ക് നഷ്ടമുണ്ടാകുമെന്ന് യഥാർത്ഥ കണക്കെടുത്ത് പോയതാണ്. അവർ അംഗീകരിച്ചതാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റും അത് അംഗീകരിച്ചതാണ്. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടത്ര ശ്രദ്ധിച്ച് നമുക്ക് തന്നില്ല. അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവർ പറഞ്ഞത് കളക്ടർക്ക് മാക്സിമം തരാൻ കഴിയുന്ന പൈസ എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. ആ 2.5 ലക്ഷം രൂപ തന്നിട്ട് ഞങ്ങൾക്ക് 34 ലക്ഷത്തിൻ്റെ ടോട്ടൽ കോമ്പൻസേഷൻ അങ്ങനെയാണ് തന്നു തീർത്തത്. അത് നമ്മൾക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് അത്രമാത്രം ചിലവോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ശുദ്ധജല മത്സ്യകൃഷി ചെയ്തിട്ട് നാട്ടിൽ നല്ല രീതിയിലുള്ള മത്സ്യം കൊടുക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മളിതിന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ഇപ്പം നമുക്ക് വലിയ ദുരന്തം തന്നെയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. ഈ മലവെള്ളപ്പാച്ചിലിൽ വന്നിട്ടുള്ള പടുകൂറ്റൻ മരം അതാണ് ഇത് അടിച്ച് തകർത്തത്. അതിൻ്റെ ഭാഗമായിട്ട് 40 കേജ് പൂർണ്ണമായിട്ടും ഒഴുകിപ്പോവുകയും ബാക്കിയുള്ളതെല്ലാം തന്നെ തകർക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾക്ക് 30 മത്സ്യകൃഷി ചെയ്ത ഏതാണ്ട് 27 ലക്ഷം രൂപയുടെ കണക്കാണ് നമുക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ആണ് നിക്ഷേപിച്ചിരുന്നത്. ആ 30,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചപ്പോൾ അതിന് വളർച്ച ഏതാണ്ട് 400 ഗ്രാം മുതൽ 500 ഗ്രാം വരെ വളർച്ചയായിട്ടുണ്ട്. 8 മാസം കൊണ്ട് വളർച്ചയായിട്ടുണ്ട്. ഇപ്പോഴത്തെ വിപണിയിലുള്ള ഒരു പ്രയാസം നമുക്ക് ഇതിന് വിൽപ്പന പെട്ടെന്ന് സ്പീഡിൽ തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിവിടെ ബാലൻസ് വരാൻ കാരണം. നമ്മൾ അപ്പുറത്തെ ചർച്ചക്കുണ്ടം കേന്ദ്രീകരിച്ച് അതിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട്. അതിൽ കാർപ്പ് മത്സ്യമെല്ലാം ഉള്ളത് കൊണ്ട് അത് കൂടുതൽ ചിലവായി പോയിട്ടുണ്ട്. പക്ഷേ ഇത് തിലോപ്പി ആയതുകൊണ്ട് വേണ്ടത്ര ഒരു പരിഗണന യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. അതിനൊരു സംവിധാനം യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയേ മതിയാവും. അപ്പോൾ 13,500 കിലോഗ്രാം മത്സ്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഏതാണ്ട് നമ്മൾ ഇന്നലെ എടുത്ത കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിന് 200 രൂപ പ്രകാരം 27 ലക്ഷമാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കണ്ടെത്തിയ നഷ്ടം നാമമാത്രമായിട്ട് നമുക്ക് തന്ന് പോകുന്നത് എന്ന രീതിയിലേക്ക് എത്തരുത് എന്ന അഭ്യർത്ഥനയാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഉള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ തുകയും തന്നിട്ട് ഈ പാവപ്പെട്ട കൃഷിക്കാരെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റും ആളുകളും അത് പ്രാവർത്തികമാക്കണം. അല്ലാതെ പക്ഷം ഈ പാവപ്പെട്ട കൃഷിക്കാരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ് ഈ ഫാം ഉള്ളത്. അത് തിരിച്ചറിയണമെന്ന അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. ാണത് ആദ്യമായി സ്ഥാപിച്ചിട്ടുള്ളത്. അവിടുന്ന്
2017 വിളവെടുത്തത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ്. അപ്പോൾ അത് നല്ല വിജയമായിരുന്നു. അതനുസരിച്ച് തന്നെ സർക്കാരിൻ്റെ എല്ലാ ഡാമുകളും സർക്കാർ തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കൃഷി ഇതുവരെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമ്മൾ ഈ കൂട് കൃഷിക്ക് പുഴയിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഏകദേശം ഒരു 11 മണിയോടെ മേലെ എന്ന് പറഞ്ഞ ഒരു വലിയ മരം കൂടിൻ്റെ ഒരു ഭാഗത്ത് അടിക്കുകയും ആ കൂടിൻ്റെ നമ്മൾ ആ നെട്ടും ബോൾട്ടുള്ള ഭാഗത്ത് നിന്ന് മുറിഞ്ഞ് നമ്മൾ കൂടിൻ്റെ 2 യൂണിറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എത്ര പുറകെ ഓടിയിട്ട് അവിടെ നിന്നും പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഏകദേശം ഈ പൂവത്തിൻ്റെ കടവിലെത്തുമ്പോഴത്തേന് കുറേ ഭാഗം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ ഭാഗം ഡാം കടന്നു പോയിട്ടുണ്ട്. കുറച്ച് നെടിയോടിയും പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അത് ബന്ധപ്പെട്ടവരെയൊന്ന് അറിയിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശം. ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തി ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഫിഷറീസ് ഓഫീസർ ബി ആർഷ പറഞ്ഞു. ഫിഷ് ഫാമിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായി ചെയ്തുകൊണ്ട് വരുന്ന ഈ കേജിൻ്റെ അത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഇതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കാം. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമല്ല, ഞാനിപ്പോൾ വന്നത് അന്വേഷിച്ച് റിപ്പോർട്ടാക്കാനാണ്. ഇതിൻ്റെ ബേസിസിലായിരിക്കും ഇവർക്ക് നഷ്ടപരിഹാരം എല്ലാം ഉണ്ടാകുക. അതെന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യുന്നത്.